സ്മോൾ ബട്ട് പവർഫുൾ. സ്റ്റോറി ടെല്ലിങ്ങിനും അതുപോലെ ക്ലാസ് റൂം മാനേജ്മെന്റിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു മാജിക് ടൂൾ ആണ്. നിങ്ങൾ പുതിയ ടീച്ചറാണോ? നിങ്ങൾക്ക് PSC അല്ലെങ്കിൽ CBSE ഡെമോ ക്ലാസ് ഉണ്ടോ? കുട്ടികൾ നിങ്ങളുടെ ഡെമോ ക്ലാസ് ഇഷ്ടപ്പെടണ്ടേ? Then watch this video till the end because I will show you the best teaching aids every new teacher must buy, especially if you are preparing for demo class, PSC or CBSE interview. Welcome to Active Teachers Corner. I am here to help you become a confident and creative teacher. അപ്പോൾ ഇന്ന് നമുക്ക് ടോപ്പ് 5 ടീച്ചിങ് എയ്ഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടീച്ചിങ് എയ്ഡ് 1, ഫ്ലാഷ് കാർഡ്സ്. Flash cards are perfect for pre-primary and primary kids. For letters, numbers and animals. ഇതൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചാല് കുട്ടികളെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കും. മാത്രമല്ല ഇത് ഉപയോഗിച്ച് നമുക്ക് ക്ലാസ് റൂമിൽ ക്വിസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. ടീച്ചിങ് എയ്ഡ് 2, മാഗ്നറ്റിക് ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്. ഇതുണ്ടല്ലോ നമുക്ക് കുട്ടികളെ ബോറടിക്കാതെ ആൽഫബറ്റ്സും നമ്പേഴ്സും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഒരു മാഗ്നറ്റിക് ബോർഡിൽ ഈ നമ്പേഴ്സും ആൽഫബറ്റ്സും ഒക്കെ ഒട്ടിച്ചിട്ട് പഠിപ്പിച്ചാല് നമുക്ക് കുട്ടികളായിട്ട് നല്ലൊരു ഇന്ററാക്ഷനും കിട്ടും. കുട്ടികൾ അത് എൻജോയ് ചെയ്യുകയും ചെയ്യും. ടീച്ചിങ് എയ്ഡ് 3, പപ്പറ്റ്സ് ഓർ ഫിംഗർ ടോയ്. സ്റ്റോറി ടെല്ലിങ്ങിനും അതുപോലെ ക്ലാസ് റൂം മാനേജ്മെന്റിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു മാജിക് ടൂൾ ആണ് ഈ പപ്പറ്റ്സ്. യൂസ് പപ്പറ്റ്സ് ടു ഇൻട്രൊഡ്യൂസ് റൂൾസ്, ഇമോഷൻസ് ഓർ ക്ലാസ് തീം. ടീച്ചിങ് എയ്ഡ് 4, കൗണ്ടിങ് സ്റ്റിക്സ് ഓർ ബീഡ്സ്. It is ideal for math teaching. Count, group, add, subtract all in one tool. Teaching aid 5, reward stickers. Small but powerful. ഇത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും മോട്ടിവേറ്റ് ആകും. All these products are easily available in Amazon. I have added the product link in the video description below. Click and buy, safe and quick delivery to your home. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.